Hello students, welcome back to Plus 2 Economics Online Classroom. Previous ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? Yes, very good. We were discussed about price elasticity of demand. ചോദനത്തിൻ്റെ വില ഇലാസ്തികതയായിരുന്നു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് how to measure price elasticity. വില ഇലാസ്തികത എങ്ങനെ അളക്കാം? Our topic is methods of measuring price elasticity. വില ഇലാസ്തികത അളക്കുന്ന രീതികൾ. We know that price elasticity of demand depends upon nature of goods. ചോദനത്തിൻ്റെ വില ഇലാസ്തികത സാധനങ്ങളുടെ സ്വഭാവമായി ബന്ധപ്പെട്ടിരിക്കുന്നു. That is, price elasticity is different to different goods. വില ഇലാസ്തികത ഓരോ സാധനത്തിനും വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ ഓരോ സാധനത്തിനും ഓരോ വില ഇലാസ്തികതയായിരിക്കും. ആ കാര്യം നമ്മുടെ മനസ്സിൽ വേണം, വിട്ടുപോകരുത്. There are 3 methods of measuring price elasticity. വില ഇലാസ്തികത അളക്കുന്നതിന് 3 രീതികളാണ് ഉള്ളത്. They are first, percentage method or proportion method. ശതമാന രീതി അല്ലെങ്കിൽ അനുപാത രീതി. സെക്കൻഡ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, നേർരേഖ രീതി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോയിന്റ് മെത്തേഡ് ആൻഡ് ജിയോമെട്രിക് മെത്തേഡ്. ഇത് പോയിന്റ് രീതി എന്നും ജാമിതീയ രീതി എന്നും അറിയപ്പെടുന്നു. തേർഡ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓർ റവന്യൂ ഔട്ട്ലേ മെത്തേഡ്, ചെലവ് രീതി. These are the 3 methods for calculating or measuring price elasticity. ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ഏതായിരുന്നു? പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പ്രപ്പോർഷൻ മെത്തേഡ്, ശതമാന രീതി അല്ലെങ്കിൽ അനുപാത രീതി. In this method there are 2 equations are used for measuring price elasticity. ഈ രീതി പ്രകാരം വില ഇലാസ്തികത അളക്കുന്നതിന് 2 ഇക്വേഷൻസ്, 2 സൂത്രവാക്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്കെടുത്ത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിച്ചോളൂ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ED ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ED ഈക്വൽ ടു ചോദനത്തിൻ്റെ അളവിലുള്ള ശതമാന മാറ്റത്തിനെ വിലയിലുള്ള ശതമാന മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഹരണം നടത്തിയാൽ കിട്ടുന്നതാണ് ഒന്നാമത്തെ ഇക്വേഷൻ പ്രകാരം വില ഇലാസ്തികത അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ 10% ഇൻക്രീസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു 8% ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. വിലയിലുള്ള 10% വർധനവ് ചോദനത്തിൻ്റെ അളവിൽ 8% കുറവ് വരുത്തി. കാൽക്കുലേറ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, വില ഇലാസ്തികത കണ്ടുപിടിക്കുക. ആൻഡ് ഓൾസോ ഇന്റർപ്രറ്റ് ദ റിസൾട്ട്, കിട്ടിയ ഉത്തരത്തിനെ സാധൂകരിക്കുക അല്ലെങ്കിൽ വിലയിരുത്തുക. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചോളൂ. അപ്പൊ എന്താണ്? വില 10% ഇൻക്രീസ് ചെയ്തത് എന്ന് വെച്ചാൽ മാറ്റം. ഓക്കെ, 10%. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ത് സംഭവിച്ചു? ഡിക്രീസ് ചെയ്തു. വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറയും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? 8% ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറഞ്ഞത്. ഇനി എന്ത് ചെയ്യണം? പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം ഈ 2 കാര്യങ്ങളും വെച്ചുകൊണ്ട്. ഈ ഇക്വേഷൻ പ്രകാരം കൊടുത്തേ ED ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ചോദനത്തിന്റെ അളവിലുള്ള ശതമാന മാറ്റം എത്രയാണ്? 8 ആണ് അല്ലേ? അപ്പോൾ 8 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, വിലയിലുള്ള ശതമാന മാറ്റം എത്രയാ? 10. 8/10 എത്ര ഉത്തരം കിട്ടുക? 0.8 ആണ് അല്ലേ? 0.8 ആണ് ഉത്തരം കിട്ടുക. ഇനി നിങ്ങൾ പറഞ്ഞേ 0.8 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ ചെറുതാണല്ലോ, ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എന്ത് തരം
വില ഇലാസ്തികതയായിരിക്കും, അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണ്? ED ലെസ് ദാൻ 1, ഒന്നിനേക്കാൾ കുറവാണ് വില ഇലാസ്തികതയെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, അല്ലേ? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, അല്ലെങ്കിൽ എന്ത് പറയും? ഇലാസ്തികമല്ലാത്ത ചോദനം എന്നും പറയുന്നു. ഓക്കെ, അതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ റിസൾട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു -0.2. വില ഇലാസ്തികത -0.2 ആണ്. ആൻഡ് പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് 5%. വില 5% വർദ്ധിക്കുന്നു. വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡിൻ അല്ലെങ്കിൽ ചോദന ചെയ്യുന്ന അളവിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുക? യെസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെ? വിപരീത ബന്ധമാണ്. വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറയും. വില 5% വർദ്ധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡിലുണ്ടായ കുറവ് ഡിക്രീസ് ചെയ്തത് എത്ര പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറഞ്ഞത് എത്ര ശതമാനമാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? ED ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ ആണല്ലോ? ഇതിൽ ED പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? -0.2 ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് തന്നിട്ടുണ്ടോ? ഇല്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അത് എടുത്ത് എഴുതാൻ പോവാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഞാനിവിടെ ഷോർട്ട് ആയിട്ടാണ് എഴുതിയത്. ഇത് നിങ്ങൾ എക്സാമിന് കൊണ്ടുപോയി എഴുതി വെക്കരുത്. അവിടെ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ എഴുതണം. ഓക്കെ ആണല്ലോ? ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, വിലയിലുള്ള ശതമാന മാറ്റം എത്രയാണ്? 5 ആണ്. ഇനി നോക്കിക്കേ, ഇപ്പോഴും പല കുട്ടികളും തെറ്റിക്കുന്നതും അല്ലെങ്കിൽ പല കുട്ടികൾക്ക് അറിയാത്തതായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഇക്വേറ്റ് ചെയ്യും, എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കും? ഓക്കെ, അതിന് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളൂ. ഇതേ ഫോർമാറ്റിൽ ഞാൻ ഇവിടെ ഒരു കാര്യം എഴുതാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചോളൂ. 2 ഈക്വൽ ടു 10/5. ഇതേ ഫോർമാറ്റിൽ ഞാൻ ഇവിടെ ഒരു സംഖ്യ എഴുതി. 10/5 2 ഉത്തരം ആണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 5 എന്ന ഉത്തരം കിട്ടാൻ 10നെ 2 കൊണ്ട് എന്ത് ചെയ്യണം? യെസ്, ഡിവൈഡ് ചെയ്യണം, അല്ലെ? ഹരണം നടത്തണം. 10/2 ചെയ്താൽ 5 കിട്ടും. എന്നാൽ നിങ്ങൾ പറയൂ, ഇവിടെ 10 എന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഈ 5നെ 2 കൊണ്ട് എന്ത് ചെയ്യണം? യെസ്, വെരി ഗുഡ്, മൾട്ടിപ്ലൈ ചെയ്യണം. 5നെ 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ? ആ 2 കാര്യം ഓർമ്മ വേണം. ഇവിടെ 5 കിട്ടാന് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 10 കിട്ടാനോ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണല്ലോ? ആ കാര്യം നമ്മൾ പഠിച്ചു. ഇനി ആ പൊസിഷൻ, അവിടെയുള്ള ഓരോ പൊസിഷൻ കണ്ടോ? 10, 5, 2. ആ പൊസിഷനിൽ ഈ കാര്യങ്ങൾ കൊടുത്തു നോക്കിക്കേ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതാണല്ലേ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അത് ഞാൻ എടുത്ത് എഴുതുന്നു. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞ് ഇത് തന്നിട്ടില്ലെങ്കിൽ ഇതും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അത് കണ്ടുപിടിക്കാം? പറഞ്ഞേ. ഇവിടെ 10ന്റെ സ്ഥാനത്താണ് എന്തിരിക്കുന്നത്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇവിടെ 10 കിട്ടാന് 5നെ 2 കൊണ്ട് എന്താ നമ്മൾ ചെയ്തത്? ഗുണിക്കുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ ഇവിടെ ഇത് കിട്ടാൻ ഇതിനെ ഇതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഗുണിച്ചാൽ മതി. സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ കാര്യം. 5 ഇൻറ്റു -0.2. 5 ഇൻറ്റു -0.2 ഗുണനം നടത്തുന്നു. എത്ര ഉത്തരം കിട്ടുക? -1 ആയിരിക്കും ഉത്തരം കിട്ടുക. -1. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് ഉണ്ട്. ഇൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വി കൺസിഡർ ഓൺലി ആബ്സല്യൂട്ട് വാല്യൂ. വില ഇലാസ്തികതയിൽ കേവല മൂല്യം മാത്രമേ അല്ലെങ്കിൽ കേവല വില മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ. ആബ്സല്യൂട്ട് വാല്യൂ.
ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ +1 സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച സമയത്ത് മീൻ ഡീവിയേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? MD മീൻ ഡീവിയേഷൻ അവിടെ പഠിച്ചിരുന്നു. ആബ്സല്യൂട്ട് വാല്യൂ കേവല മൂല്യം അല്ലെങ്കിൽ കേവല വില. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൈന് ചിഹ്നങ്ങളെ പരിഗണിക്കുന്നില്ല, ചിഹ്നങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ആണ്, -1 ആണ്. ആബ്സല്യൂട്ട് വാല്യൂ മാത്രമേ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ കൺസിഡർ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ കേവല മൂല്യത്തിനെ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ -1ന്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? 1 ആണ് ആബ്സല്യൂട്ട് വാല്യൂ. നമ്മൾ എങ്ങനെ എഴുതുക? ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. നമുക്ക് അറിയുന്ന കാര്യമാണ് കേവല വില അല്ലെങ്കിൽ കേവല മൂല്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 1 ആണ് ഉത്തരം കിട്ടുക. -1 ആയിരുന്നു കിട്ടിയിരുന്നത്, പക്ഷേ നമ്മൾ മൈനസ് ഒരിക്കലും എടുക്കില്ല. ആബ്സല്യൂട്ട് വാല്യൂസ് മാത്രമേ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ കൺസിഡർ ചെയ്യുകയുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ കിട്ടിയ ഉത്തരം 1 ആണ്. ഇനി നിങ്ങൾ പറഞ്ഞേ, 5% വില വർദ്ധിച്ചപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 1% കുറഞ്ഞു. ഓക്കെ, ദാറ്റ് മീൻസ് വെൻ പ്രൈസ് ഇൻക്രീസ്ഡ് 5%, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസ്ഡ് 1%. ഓക്കെ ആണല്ലോ? അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആബ്സല്യൂട്ട് വാല്യൂ കേവല മൂല്യത്തിനെ മാത്രമേ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ ഉൾപ്പെടുത്തുള്ളൂ. ആ കാര്യം വിട്ടുപോകരുത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി വില ഇലാസ്തികത 0.75 0.75 ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ചോദനം ചെയ്യുന്ന അളവ് 15% വർദ്ധിക്കുന്നു. ഓക്കെ, 15% ഇൻക്രീസ് ചെയ്യുന്നു. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വില കുറഞ്ഞു എന്നല്ലേ? അതെ. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വിലയിലുണ്ടായ കുറവ് എത്ര ശതമാനമാണ്? അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 15% വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു. അപ്പോഴുള്ള വിലയിലുണ്ടായ കുറവ് എത്ര ശതമാനമാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? സെയിം ഇക്വേഷൻ എന്തായിരുന്നു? ED = percentage change in quantity demanded divided by percentage change in price. ഇവിടെ ED നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.75 ആണ്. ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്, 15%. ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് തന്നിട്ടുണ്ടോ? ഇല്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഞാൻ ഷോർട്ടായിട്ടാണ് എഴുതിയത് കേട്ടോ. നേരത്തെ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ എഴുതി വെക്കരുത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എടുത്ത പോലെ ചെയ്ത് നോക്കിക്കേ. എങ്ങനെയായിരുന്നു എടുത്തിരുന്നത്? 2 = 10/5. ഓക്കെ, ഇവിടെ താഴെ നോക്കൂ, 5ന്റെ സ്ഥാനത്തല്ലേ ഇതിരിക്കുന്നത്? ആണ്. ഇവിടെ 5 കിട്ടാൻ 10നെ 2 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലെ? ഹരണം നടത്തണം. അപ്പോൾ ഇത് കിട്ടാൻ ഇതിനെ ഇതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്താൽ പോരെ? അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തെഴുതുന്നു, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഈക്വൽ ടു ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 15 ഡിവൈഡഡ് ബൈ 0.75. 15 ഹരിക്കണം 0.75. എത്ര കിട്ടും ഉത്തരം? 20 ആയിരിക്കും ഉത്തരം കിട്ടുന്നത്. 20 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രൈസ് 20% കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 15% വർദ്ധിച്ചു അല്ലേ? പ്രൈസ് അല്ലെങ്കിൽ വില 20% കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ചോദനം ചെയ്യുന്ന അളവ് 15% വർദ്ധിച്ചു. ആ റിസൾട്ട് എഴുതി വെക്കാൻ മറക്കരുത്. ഓക്കെ ആണല്ലോ? എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കാണിച്ചു തന്നു. ഓക്കെ ആണല്ലോ? പെർസെൻറ്റേജ് മെത്തേഡിലെ രണ്ടാമത്തെ ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ. ED = ΔQ ഡിവൈഡഡ് ബൈ ΔP ഇൻറ്റു P ഡിവൈഡഡ് ബൈ Q. ഒന്നുകൂടെ പറഞ്ഞോളൂ. ED = ΔQ ഡിവൈഡഡ് ബൈ ΔP ഇൻറ്റു P ഡിവൈഡഡ് ബൈ Q. ED എന്താണെന്ന് നമുക്ക് അറിയാം. എന്തായിരുന്നു? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്.
ചോദനത്തിന്റെ വില ഇലാസ്തികതയാണ്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചസ് ആണ്, മാറ്റം അല്ലെ. ക്യൂ എന്ന് പറഞ്ഞാലോ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യുന്ന അളവ്. അപ്പൊ എന്തായിരിക്കും ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാല്? ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യുന്ന അളവിലുള്ള മാറ്റം. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ? പി എന്ന് വെച്ചാൽ പ്രൈസ് ആണ്, വിലയാണ്. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചേഞ്ചസ് ഇൻ പ്രൈസ്, വിലയിലെ മാറ്റം. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പ്രൈസ്, ഒന്നാമത്തെ വിലയാണ് പി എന്ന് പറഞ്ഞാൽ. ക്യൂ എന്ന് പറഞ്ഞാലോ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഒന്നാമത്തെ ചോദനം ചെയ്ത അളവ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഓരോ കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. കൺസിഡർ ഡിമാൻഡ് ഫോർ എ ഗുഡ് അറ്റ് പ്രൈസ് ₹4 ഈസ് 25 units. When the price of the good increased ₹5 and quantity demanded for a good fall to 20 units. Calculate price elasticity of demand and also interpret the result. സാധനത്തിന്റെ വില 4 രൂപയായിരുന്നപ്പോൾ 25 യൂണിറ്റ് ആയിരുന്നു ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യപ്പെട്ട അളവ്. എന്നാൽ 4 രൂപയിൽ നിന്ന് സാധനത്തിന്റെ വില 5 രൂപയായിട്ട് വർദ്ധിക്കുന്നു, 5 രൂപയായിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യപ്പെട്ട അളവ് 25 യൂണിറ്റിൽ നിന്നും 20 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. നമുക്കറിയാം അല്ലേ, വില കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറയും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, വിപരീത ബന്ധമാണ്. ഓക്കെ, ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? ചോദനത്തിന്റെ വില ഇലാസ്തികത കണ്ടുപിടിക്കുക. അതുപോലെ കിട്ടിയ ഉത്തരത്തിനെ വിശകലനം ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം നിങ്ങൾ ഇതുപോലൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് അത് വേണം നിങ്ങൾ ആദ്യം എഴുതി വെക്കാൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഡെൽറ്റ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യപ്പെട്ട അളവിലുണ്ടായ മാറ്റം. ആദ്യം എത്രയായിരുന്നു ക്വാണ്ടിറ്റി ഡിമാൻഡഡ്? 25 ആയിരുന്നു. പിന്നീട് അത് 20 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അതിലുണ്ടായ മാറ്റം എത്രയാണ്? 25 മൈനസ് 20, 5 ആണ് അല്ലേ? ഡെൽറ്റ ക്യൂ 5 ആണ്. ഇനി ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചസ് ഇൻ പ്രൈസ്, വിലയിലുണ്ടായ മാറ്റം. ആദ്യത്തെ വില എത്രയായിരുന്നു? 4, പിന്നീട് അത് 5 രൂപയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ മാറ്റം എത്രയാണ്? വിലയിലുണ്ടായ മാറ്റം 5 മൈനസ് 4, 1 ആണ് ഡെൽറ്റ പി. ഇനി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പ്രൈസ് ഓർ ഇനീഷ്യൽ പ്രൈസ്, ഒന്നാമത്തെ വിലയാണ്. ആദ്യത്തെ വില ഏതാണ്? 4 ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓർ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഒന്നാമത്തെ ചോദനം ചെയ്യപ്പെട്ട അളവ്. എത്രയാണ്? 25 യൂണിറ്റ് ആണ്. ആണല്ലോ, 25 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇക്വേഷൻ എഴുതിക്കോളൂ. എന്തായിരുന്നു ഇക്വേഷൻ? ഇ ഡി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ആണ്. ആണല്ലോ ഇക്വേഷൻ. ഈ കാര്യങ്ങൾ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കൊടുത്തു നോക്കിക്കേ, ഇ ഡി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എത്ര കിട്ടി? പറഞ്ഞേ, 5. 5 ബൈ ഡെൽറ്റ പി എത്ര കിട്ടി? 1 ഇൻറ്റു പി എത്രയാ? 4. ക്യൂ എത്രയാ? 25. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷനാണ് ഉള്ളത്, നേരിട്ട് ഗുണിക്കുക. 5 ഗുണിക്കണം 4, 20. 1 ഗുണിക്കണം 25, 25. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 25 എത്ര ആൻസർ കിട്ടും? 0.8. 0.8 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ആൻഡ് ഓൾസോ ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. ഇനി നിങ്ങൾ പറഞ്ഞേ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി കിട്ടിയത് 0.8. ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞേ. ദാറ്റ് ഈസ് ഇത് 1 കുറവാണ് അല്ലേ? ലെസ് ദാൻ 1 ആണ്. ഇ ഡി ഈസ് ലെസ് ദാൻ 1, നോൺ ആസ്
റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലേ? ഇലാസ്തികമല്ലാത്ത ചോദനമാണ്. ED ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ അത് ഇലാസ്തികമല്ലാത്ത ചോദനമാണ്. ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ആപേക്ഷിക ഇലാസ്തികമല്ലാത്ത ചോദനം. ഓക്കെ ആണല്ലോ. ഇനി ഇതേ ചോദ്യം മറ്റൊരു പാറ്റേണിൽ, മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ശ്രദ്ധിച്ചോളൂ. ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ED തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് 0.8 ആണ്. നേരത്തെ ചെയ്ത ചോദ്യത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ? ED കണ്ടുപിടിച്ചിരുന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, 4 രൂപയായ സമയത്ത് 25 യൂണിറ്റ് ആയിരുന്നു വാങ്ങിയിരുന്നത്. എന്ന് വെച്ചാൽ 25 ആണ് ഒന്നാമത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇനി 20 യൂണിറ്റ് വാങ്ങാൻ എനിക്ക് എത്ര രൂപ ചെലവാകും? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, 4 രൂപയായപ്പോൾ 25 യൂണിറ്റ് ആയിരുന്നു വാങ്ങിയിരുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇനി 20 യൂണിറ്റ് വാങ്ങാൻ എനിക്ക് എത്ര രൂപ ചെലവാകും? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡെൽറ്റ Q നമുക്കറിയാം 5 ആണ്, P നമുക്കറിയാം 4 ആണ്, Q അറിയാം 25 ആണ്, ED 0.8 ആണ്. ഇവിടെ ഡെൽറ്റ P കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ്? കാരണം പ്രൈസിലെ ചേഞ്ചസ് ആണ് ഡെൽറ്റ P. ഒന്നാമത്തെ പ്രൈസ് മാത്രമേ തന്നിട്ടുള്ളൂ. അടുത്ത പ്രൈസ് കൂടെ കിട്ടിയാലേ അവ തമ്മിലുള്ള ചേഞ്ച്, വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ഡെൽറ്റ P കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണ്? 20 യൂണിറ്റ് വാങ്ങാൻ എത്ര രൂപ ചെലവാകും? ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലേക്ക് പോവാം. ഇക്വേഷൻ എന്തായിരുന്നു? ED ഈക്വൽ ടു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q ആണല്ലോ. ഇവിടെ ഇക്വേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? ED തന്നിട്ടുണ്ട്. എത്രയാണ്? 0.8. ഡെൽറ്റ Q തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടല്ലോ, 5. ഡെൽറ്റ P തന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ P തന്നിട്ടുണ്ടോ? ഉണ്ട്, 4. Q തന്നിട്ടുണ്ടോ? 25. എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ സെൻട്രലിൽ നിൽക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ വരും? 0.8 ഈക്വൽ ടു 5 ഇൻറ്റു 4 ബൈ ഡെൽറ്റ P ഇൻറ്റു 25. ഇനി എങ്ങനെ സോൾവ് ചെയ്യാം? 0.8 ഇൻറ്റു 5 ഇൻറ്റു 4 എത്രയാ? 20. ഡെൽറ്റ P ഇൻറ്റു 25 അത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. ഡെൽറ്റ P ഇൻറ്റു 25. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ഒരു പാറ്റേൺ കിട്ടിയല്ലോ. നേരത്തെ എഴുതിയ എക്സാമ്പിൾ 10/5. 10/5 2ആണ്. അതേ ഒരു പാറ്റേൺ ആണോ ഇവിടെ ഉള്ളത്? ആണ്. ഇവിടെ 5ന്റെ സ്ഥാനത്താണ് ഡെൽറ്റ P ഇൻറ്റു 25. എന്ന് വെച്ചാൽ 5 കിട്ടാൻ 10നെ 2 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ? ഹരണം നടത്തണം. അപ്പോൾ ഇത് കിട്ടാൻ 20നെ 0.8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആണല്ലോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? ഡെൽറ്റ P ഇൻറ്റു 25 ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 0.8 എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ P ഇൻറ്റു 25 ഈക്വൽ ടു 20 ബൈ 0.8 എത്ര കിട്ടുക? 25 ആണ് ഉത്തരം കിട്ടുക. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തു വെച്ചു. ഇതുവരെ ഒരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്പ് നോക്കിക്കേ, ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി എങ്ങനെ എഴുതാം? ഇത് ഇക്വേറ്റ് ചെയ്യണം. ഇനി രണ്ട് അറ്റത്തെയും എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. രണ്ട് ഭാഗങ്ങൾ കണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ഡെൽറ്റ P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതിനെ അവിടെ നിർത്തി. ഇതിനെ നേരിട്ട് എങ്ങോട്ട് കൊണ്ടുവരണം? ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ചിഹ്നം എന്തായിട്ട് മാറും? ഇത് ഗുണനമാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും, ഹരണമായിട്ട് മാറും. അപ്പോൾ ഡെൽറ്റ P ഈസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 25. എത്ര ഉത്തരം? 1. 1 ഡെൽറ്റ P കിട്ടിയത്. വിലയിലുണ്ടായ മാറ്റം 1. ഉത്തരമായിട്ടില്ല. എന്താണ് എൻ്റെ ഉത്തരം കിട്ടേണ്ടത്?
20 യൂണിറ്റ് വാങ്ങാൻ എത്ര രൂപ ചെലവാകും? ഇവിടെ മാറ്റമാണ് കിട്ടിയത്, വിലയിലുണ്ടായ മാറ്റമാണ് കിട്ടിയത്. ഒന്നാമത്തെ വിലയും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കിട്ടിയാൽ 20 യൂണിറ്റ് വാങ്ങാൻ എത്ര രൂപ ചെലവാകുമെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ വ്യത്യാസം എത്രയാണ്? 1 ആണ്. ആദ്യത്തെ വില എത്രയാ? 4 ആണ്. ദാറ്റ് ഈസ് 4 പ്ലസ് ഈ ചേഞ്ച് 1 5 ആണ്. ദാറ്റ് ഈസ് 20 യൂണിറ്റ് വാങ്ങിക്കാൻ എനിക്ക് 5 രൂപ ചെലവാകും. നേരത്തെ ചോദ്യത്തിൽ നേരിട്ട് തന്നിരുന്നു അല്ലേ? ഇതെങ്ങനെയാണ് കിട്ടിയത് എന്ന് ഇപ്പോൾ മറ്റൊരു രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്തരം രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. നേരിട്ട് എന്ത് ചെയ്യില്ല, ED കണ്ടുപിടിക്കാനല്ല വരിക, ED നിങ്ങൾക്ക് തരും. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാറ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് പെർസെൻറ്റേജ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ മെത്തേഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 2 ഇക്വേഷൻസും പഠിച്ചു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പ്രപ്പോർഷൻ മെത്തേഡ്, ശതമാന രീതി അല്ലെങ്കിൽ അനുപാത രീതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള മെത്തേഡുകൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നെടുത്ത മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.